ഛത്തീസ്ഗഡിലെ സുക്മയിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ R. വിഷ്ണുവിന്റെ മൃതദേഹം നാളെ തിരുവനന്തപുരം പാലോടുള്ള വീട്ടിലെത്തിക്കും. കഴിഞ്ഞ ദിവസമാണ് വിഷ്ണുവും UP സ്വദേശിയായ ശൈലേന്ദ്ര എന്ന ജവാനും സഞ്ചരിച്ച ട്രക്ക് കുഴിബോംബ് പൊട്ടിത്തെറിച്ച് തകർന്നത്. ഛത്തീസ്ഗഡിൽ ബോംബ് സ്ഫോടനത്തിൽ അതിദാരുണമായി മരണപ്പെട്ട നന്ദിയോടിന് സമീപം പൊട്ടഞ്ചിറ സ്വദേശിയായ സൈനികൻ വിഷ്ണുവിന്റെ വീടിന് മുമ്പിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ദയനീയമായ കാഴ്ചയാണ് ഈ വീടിന് മുമ്പിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. കാരണം ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയുമായി സൈനിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നയാളാണ് വിഷ്ണു. ആ വിഷ്ണുവിനെയാണ് അപ്രതീക്ഷിതമായ ഒരു സ്ഫോടനത്തിൽ ഈ കുടുംബത്തിനും ഈ നാടിനും നഷ്ടപ്പെട്ടിരിക്കുന്നത്. തികച്ചും ഗ്രാമീണമായ ഒരു അന്തരീക്ഷം. അവിടെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് വിഷ്ണു. ഏറെ പ്രതീക്ഷയോടെയാണ് സൈനിക സേവനത്തിനായി പോകുന്നത്. പക്ഷേ ഇളയ മകന്റെ എഴുത്തിനിരുത്തിനാണ് അവസാനമായി വിഷ്ണു നാട്ടിലെത്തിയിരുന്നത്. 1.5 മാസം മുമ്പായിരുന്നു അദ്ദേഹത്തിന്റെ വീടിന്റെ ഗൃഹപ്രവേശം ഈ സമീപത്ത് തന്നെ നടന്നത്. അവിടെ നിന്ന് ഏറെ സന്തോഷത്തോടെ ഈ വീട്ടിൽ നിന്ന് മടങ്ങിയതാണ്. 2 ആൺമക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബം. മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവർക്കൊക്കെ ഏറെ പ്രിയങ്കരനായിരുന്ന ഈ കുടുംബത്തിന്റെ മുഴുവൻ താങ്ങായിരുന്ന വിഷ്ണുവിനെയാണ് അപ്രതീക്ഷിതമായി ഈ കുടുംബത്തിന് ഇന്നലെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും ഈ കുടുംബത്തിനും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒന്നും ഇപ്പോഴും മുക്തരാകാൻ കഴിഞ്ഞിട്ടില്ല. വിഷ്ണുവിന്റെ മൃതദേഹം ഛത്തീസ്ഗഡിൽ നിന്ന് നാളെ പുലർച്ചെയായിരിക്കും പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുക എന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. പക്ഷേ ഔദ്യോഗികമായി അത് സംബന്ധിച്ച കൃത്യമായ സൂചനകളൊന്നും ഉദ്യോഗസ്ഥ തലത്തിൽ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴായിരിക്കും കൃത്യമായി സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്ന കാര്യത്തിലടക്കം ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ കുടുംബാംഗങ്ങളടക്കം വൈകാരികമായി ഒരു വിയോഗം ഉൾക്കൊള്ളാനാവാത്ത ഒരു സ്ഥിതിയിലായതിനാൽ സ്വാഭാവികമായി നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകുക എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ ഉചിതമായിരിക്കില്ല എന്ന് തോന്നുന്നു. എന്തായാലും നാട്ടുകാരനായ ശ്രീ ശേഖരൻപിള്ള നമ്മളോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് വിഷ്ണുവിനെ ഓർത്തെടുക്കുന്നത്? വിഷ്ണുവിനെ നേരത്തെ പരിചയമുണ്ട്, നല്ല സുഹൃത്താണ്. പിന്നെ പെട്ടെന്നിങ്ങനെ ഉണ്ടായപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. ഈ എപ്പോഴായിരിക്കും ഇവിടേക്ക് മൃതദേഹം എത്തിക്കുക, അങ്ങനെ എന്തെങ്കിലും? ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അതായത് വീട് വെച്ചത് എവിടെയായിരുന്നു? ഈ സമീപത്ത് എവിടെയോ? അത് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ്. താന്നിമോട് എന്ന് പറയുന്ന സ്ഥലം. ഈ അദ്ദേഹത്തെ അവസാനമായി വന്നപ്പോൾ എപ്പോഴെങ്കിലും കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഇപ്പോഴും 1 മാസം അയാൾ പോയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഓർമ്മകളാണ് നാട്ടുകാരടക്കം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷ്ണുവിന്റെ വിയോഗം അത് ഈ കുടുംബത്തിനപ്പുറത്തേക്ക് ഈ നാടിന്റെ വിയോഗമായി മാറുന്നത്. ഇത് വിഷ്ണുവിന്റെ ബന്ധുവായ അമർനാഥാണ്. അമർനാഥ്, എങ്ങനെയാണ് ചേട്ടനെ ഓർത്തെടുക്കുന്നത്? ചേട്ടൻ ഈ 1.5 മാസം മുമ്പേ പാലിയാച്ചിൽ വന്നപ്പോഴും വളരെ സന്തോഷപരമായിട്ടാണ് ഇവിടെ പെരുമാറുന്നത്. പിന്നെ എനിക്ക് അത്രയ്ക്ക് വലിയ വിഷമമാണ് ഉണ്ടാകുന്നത്. കാരണം എപ്പോഴും ലീവിന് വന്നാലും എന്നെ കൊണ്ട് നമ്മൾ കറങ്ങാനും എല്ലാത്തിനും പോകണം വെച്ചാണ്. ഇതൊരു തീരാ ദുഃഖമാണ്. ഇത് എപ്പോഴായിരിക്കും ഇവിടേക്ക് മൃതദേഹം എത്തിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഔദ്യോഗികമായ അറിയിപ്പ് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? വെളുപ്പിന് 1:30 ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തുമെന്നാണ് അറിയിപ്പ്. നാളെ പുലർച്ചെ 1:30 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഒരു മൊബൈൽ മോർച്ചറി ഒരുക്കണമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഈ പുതുതായി പണിത വീട്ടിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഈ സംസ്കാര ചടങ്ങുകൾ എവിടെയാണ് നടക്കുന്നത്? ഇതുവരെ തീരുമാനമായിട്ടില്ല. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഈ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ ഈ കാര്യത്തിൽ നിങ്ങളെ ബന്ധപ്പെടുന്നുണ്ട്? സൈനിക ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ. അവരുടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നോ ഈ സംഭവത്തിന് ശേഷം? അവരുടെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല. ആ ടീമിലുള്ളവർ ഇവിടെ ലീവിനുണ്ടായിരുന്നു. അവർ വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊരുക്കങ്ങളൊക്കെ ഇവിടെ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഞങ്ങൾ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സ്വാഭാവികമായി അത് തന്നെയാണ് അവസ്ഥ. ഈ 1 മാസം മുമ്പും ഏറെ സന്തോഷത്തോടെ ഇവിടെ എത്തി ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ഗൃഹപ്രവേശന ചടങ്ങിലടക്കം പങ്കെടുത്ത് മകനെ എഴുത്തിനിരുത്തിയതിനു ശേഷം മടങ്ങിയ അച്ഛനെയാണ് ആ 2 മക്കൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവർക്ക് ആ ദുഃഖത്തിന്റെ ആഴം എത്രയാണെന്ന് അറിയാതെ ആ കുഞ്ഞുങ്ങൾ ഈ വീടിന് പുറകിലൂടെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്. ഞാൻ അവരുടെ മുഖം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നില്ല. അത്രമാത്രം വൈകാരികമായൊരു അവസ്ഥയാണ്. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സാഹചര്യമാണ് നന്ദിയോട് പൊട്ടഞ്ചിറ എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.